നിറങ്ങളെ ഇഷ്ടപ്പെടുന്ന, കാഴ്ചകളെ ആവോളം കണ്ട് പാറിപ്പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന കുരുന്നുകളോടൊപ്പം നമുക്കൊരു യാത്ര പോകാം. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ജീവകാരുണ്യ സംഘടനയായ KWSA കൈത്താങ്ങിന്റെ ആഭിമുഖ്യത്തിലാണ് ശലഭയാത്ര എന്ന പേരിൽ വിനോദയാത്ര സംഘടിപ്പിച്ചത്. നെയ്യാറ്റിൻകര വഴുതൂർ കാരുണ്യ മിഷൻ സ്കൂൾ ഫോർ മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻസിലെ കുട്ടികൾക്കായിരുന്നു യാത്ര. കൈത്താങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൂന്നാമത്തെ കാരുണ്യയാത്രയാണ് ഇത്തവണ നടന്നത്. ആട്ടവും പാട്ടുമായി തുടങ്ങിയ യാത്രയിൽ കുട്ടികൾ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ജലഭവൻ ക്യാമ്പസിലെ വില്ലിംഗ്ടൺ ടണൽ സന്ദർശിച്ച ശേഷം പ്രിയദർശിനി പ്ലാനറ്റേറിയവും സന്ദർശിച്ചു. തുടർന്ന് തിരുവനന്തപുരം മൃഗശാലയിലെത്തിയ കുട്ടികൾക്ക് കൈത്താങ് പ്രവർത്തകർ സ്വീകരണമൊരുക്കി. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നതാണ്. കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരം ജില്ലയിൽ വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വഴുതൂര് കാരുണ്യ മിഷൻ സ്കൂളിലെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെയാണ്. അവരുമായി ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം നഗരം മുഴുവൻ കറങ്ങി. കുട്ടികൾക്കായി തയ്യാറാക്കിയ സ്നേഹസമ്മാനങ്ങൾ ഏറെ ആവേശത്തോടു കൂടിയാണ് ഓരോരുത്തരും ഏറ്റുവാങ്ങിയത്. മ്യൂസിയത്തിലെയും മൃഗശാലയിലെയും കാഴ്ചകൾക്കും ഉച്ചവിശ്രമത്തിനും ശേഷം വേളി ടൂറിസ്റ്റ് വില്ലേജും സന്ദർശിച്ചാണ് കൊച്ചു ശലഭങ്ങൾ യാത്ര അവസാനിപ്പിച്ചത്. കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിനം സമ്മാനിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കൈത്താങ് പ്രവർത്തകർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. TS ഹരികൃഷ്ണ നമുക്കൊപ്പം ചേർന്നുണ്ട്. ഹരി, ശരിക്കും ഒരു ചേർത്തു നിർത്തലിന്റെ കാഴ്ചയല്ലേ? നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും ആ കുട്ടികൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് ആ യാത്ര പോകുന്നത് എന്നൊക്കെ. ഹരി പറയൂ കൂടുതൽ വിശേഷങ്ങൾ. സന്ധ്യ, എനിക്ക് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ വന്നു. അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ശലഭയാത്ര എന്തുകൊണ്ടും ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇടാൻ പറ്റുന്ന പേരാണ് എന്ന് എനിക്ക് തോന്നി. കാരണം ശലഭം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പാറിപ്പറന്ന് കാണുന്നതാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ മെൻ്റലി എബിലിറ്റിയുള്ള കുട്ടികളെ അവർക്കൊരവസരം ഇങ്ങനെ കൊടുക്കുക. അവരും സമൂഹത്തിൽ ഇങ്ങനെ പാറി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവരുടെ പരിമിതികൾ കൊണ്ടാണ് അവർക്കതിന് സാധിക്കാത്തത്. അതിനൊരു അവസരം ഒരുക്കുക എന്നുള്ളത് എന്ത് ഇതിലായാലും ഒരു വലിയ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വാട്ടർ അതോറിറ്റിയിലെ സ്റ്റാഫ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അവർ അങ്ങനെ ഒരു ദിവസം കണ്ടെത്തി ഇങ്ങനെ കുട്ടികളെ ഈ രീതിയിൽ കൊണ്ടുപോകും. ഇപ്പം ഞാൻ ചില ഓർമ്മകളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനായാലും സന്ധ്യയായാലും ഒക്കെ പഠിക്കുന്ന സമയത്തായാലും അല്ലാതെയൊക്കെ ടൂറ് പോയിട്ടുണ്ട്, യാത്രകൾ പോയിട്ടുണ്ട്. അത് ഒരു ദിവസമായിരിക്കാം, ചിലപ്പോൾ ഒന്നിലേറെ ദിവസങ്ങളായിരിക്കാം യാത്രകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബസ്സിൽ കൂട്ടുകാർക്കൊപ്പം യാത്ര പോകുമ്പോൾ സ്വാഭാവിക ആ ബസ്സിനുള്ളിൽ കൂട്ടുകാർക്കൊപ്പം യാത്ര ചെയ്ത് വിനോദയാത്രയ്ക്കൊക്കെ പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു അനുഭവമാണ്. നമ്മളെപ്പോഴും ഓർക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അതൊക്കെ ഇങ്ങനെ ആരെങ്കിലും മുൻകൈ എടുത്ത് നടത്തുമ്പോൾ മാത്രം നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ഇതിനു മുമ്പും ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പല സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഇതുപോലെ ഇങ്ങനെ യാത്രകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് നിർത്തുന്ന, സന്ധ്യ പറഞ്ഞതുപോലെ ഇവരെ ചേർത്ത് നിർത്തുന്നതിനും, ഇപ്പോൾ ആ മ്യൂസിയത്തൊക്കെ പോയിട്ട് വന്നപ്പോഴും ആ ബസ്സിനുള്ളിൽ അവർ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നത്, പിന്നെ മ്യൂസിയത്തിൽ പോയി അവിടുത്തെ അനുഭവങ്ങൾ, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വേളിയിൽ പോകുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പലരും അതിൽ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് അതൊരു വലിയ ഓർമ്മയാണ്. അതവർക്ക് സമ്മാനിച്ചത്, ആ ഒരു അനുഭവം അവർക്ക് സമ്മാനിച്ച വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാഫ് അസോസിയേഷൻ അവരെ അഭിനന്ദിക്കുക കൂടി വേണം.